മൊട്ടുകൂട്ടം കണ്ടെൻ്റെ കിളി പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എൻ്റെ റോസാ ചെടി മാത്രം മുരടിച്ച് നിൽക്കുന്നു, അതിൽ പൂക്കൾ ഉണ്ടാവുന്നില്ല എന്നതൊക്കെ പലരുടെയും ഓരോ പരാതികളാണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ്. റോസാ ചെടികൾ വളർത്തുന്ന ഏതൊരാളുടെയും വലിയൊരു ആഗ്രഹമാണ് ചെടി നിറയെ വലിയ പൂക്കളും നല്ല പച്ചപ്പുള്ള ഇലകളും ഉണ്ടായിരിക്കുക എന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ഭംഗിയുള്ള റോസുകൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ വളർച്ച നിൽക്കുകയോ പൂക്കളുടെ വലിപ്പം കുറയുകയോ ചെയ്യുന്നത് എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണല്ലേ. ഇവിടെയാണ് ശരിയായ വളപ്രയോഗത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. മാർക്കറ്റിൽ നമുക്ക് ധാരാളം ജൈവവളങ്ങൾ ലഭ്യമാണ്. അതിലേറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് സ്റ്റെറാമീൽ, അതുപോലെ സൂപ്പർ മീൽ, കൂടാതെ ഫോസ്ഫറസിൻ്റെ ഉറവിടമായ റോക്ക് ഫോസ്ഫേറ്റ് എന്നിവയൊക്കെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത് എന്താണ് സ്റ്റെറാമീലും സൂപ്പർ മീലും, അതുപോലെ റോസാ ചെടികൾക്ക് ഇവ നൽകിയാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും, അതേപോലെ തന്നെ സ്റ്റെറാമീലും റോക്ക് ഫോസ്ഫേറ്റും കൊടുത്താലുള്ള ഗുണങ്ങൾ എന്താണ്, സൂപ്പർ മീലും റോക്ക് ഫോസ്ഫേറ്റും കൊടുത്താലുള്ള ഗുണങ്ങൾ എന്താണ്, ഇവയിൽ റോസിന് ഏറ്റവും അനുയോജ്യം ഏതാണ് എന്നിവയൊക്കെയാണ്. ഇതിൻ്റെ ശരിയായ അളവുകളും അത് പ്രയോഗിക്കേണ്ട രീതികളൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഒന്ന് ഹൈപ്പ് ചെയ്യുക. അപ്പോൾ എന്താണ് സ്റ്റെറാമീൽ? മൃഗങ്ങളുടെ അസ്ഥികൾ, അതുപോലെ ബ്ലഡ് മീൽ, പിണ്ണാക്കുകൾ എന്നിവയൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് പൊടിച്ചെടുക്കുന്ന ഒരു സമ്പൂർണ്ണ ജൈവ ഫെർട്ടിലൈസറാണ് സ്റ്റെറാമീൽ. ഉയർന്ന അളവിൽ ഫോസ്ഫറസും നൈട്രജനും അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ റോസാ ചെടികളുടെ വേരുകൾ അതിവേഗം പടരാനും തണ്ടുകൾക്ക് കട്ടി വയ്ക്കാനൊക്കെ ഈ ഒരു വളം കൊടുക്കുന്നത് കൊണ്ട് നല്ലതാണ്. അതുമാത്രമല്ല, മുട്ടുകൾ പെട്ടെന്ന് വിരിയാനൊക്കെ ഈ ഒരു വളം കൊടുക്കുന്നത് നല്ലതിനാണ് കേട്ടോ. പിന്നെ എന്താണ് സൂപ്പർ മീൽ? എല്ലുപൊടിയോടൊപ്പം തന്നെ വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ കടലപ്പിണ്ണാക്ക്, അതിനൊപ്പം തന്നെ ഹ്യൂമിക് ആസിഡ്, അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് എന്നിവയെല്ലാം ചേർന്ന് തയ്യാറാക്കുന്ന ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് സൂപ്പർ മീൽ. റോസാ ചെടിയിലെ മൊത്തത്തിലുള്ള പച്ചപ്പിനും അതുപോലെ ഇലകൾ കൊഴിയാതെ സംരക്ഷിക്കാനൊക്കെ ഈ ഒരു വളം കൊടുക്കുന്നത് കൊണ്ട് നല്ലതാണ് കേട്ടോ. പിന്നെ വേപ്പിൻ പിണ്ണാക്ക് അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ മണ്ണിലെ വേര് ചീയലിന് കാരണമാകുന്ന ഫംഗസുകളെയും കീടങ്ങളെയൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു വളം കൊടുക്കുന്നത് കൊണ്ട് തടയാനാവുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എൻ്റെ എല്ലാ ചെടികളും നടുന്ന സമയത്ത് ഞാൻ ആ പോട്ടി മിക്സിനൊപ്പം ഒരു പിടി സൂപ്പർ മീൽ കൂടെ ചേർത്തിട്ടാണ് ചെടികൾ നട്ടുകൊടുക്കാറ്. അപ്പോൾ സാധാരണ ചെടി നടുന്നതിനേക്കാൾ കൂടുതലായൊരു വളർച്ച സൂപ്പർ മീൽ ചേർത്ത് ചെടി നടുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു പൊട്ടി മിക്സ് തയ്യാറാക്കുമ്പോഴും ഞാൻ അതിനൊപ്പം തന്നെ സൂപ്പർ മീൽ കൂടെ ചേർത്തിട്ടാണ് ചെടികൾ നട്ടുകൊടുക്കാറ്. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. പൂക്കളുള്ള ചെടികൾക്ക്, പ്രത്യേകിച്ച് റോസുകൾക്ക് മുട്ടുകൾ ഉണ്ടാകാൻ ഫോസ്ഫറസ് അത്യാവശ്യമാണ്. അപ്പോൾ റോക്ക് ഫോസ്ഫേറ്റ് ഒരു പ്രകൃതിദത്ത ധാതുവായതിനാൽ തന്നെ ഇത് മണ്ണിൽ ലയിച്ച് ചേരാൻ സമയമെടുക്കാറുണ്ട്. അതിനാൽ തന്നെ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പ്രയോജനം ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു പോട്ടി മിക്സ്, റോസിനൊക്കെ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂണോളം റോക്ക് ഫോസ്ഫേറ്റ് കൂടെ നമ്മൾ ആ ഒരു പോട്ടി മിക്സിന് ഒപ്പം ചേർത്ത് കൊടുത്താൽ അത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ റോക്ക് ഫോസ്ഫേറ്റ് മാത്രം കൊടുത്തത് കൊണ്ട് ചെടിക്ക് ആവശ്യമായ നൈട്രജനോ മറ്റ് സൂക്ഷ്മ മൂലകങ്ങളോ ലഭിക്കത്തില്ല. അപ്പോൾ അതിനൊപ്പം തന്നെ നമുക്ക് സ്റ്റെറാമീലും അതുപോലെ തന്നെ സൂപ്പർ മീലൊക്കെ ചേർത്ത് നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ചെടികളിൽ പൂവിടാൻ വൈകുന്ന സമയങ്ങളിൽ നമുക്ക് ഈ ഒരു റോക്ക് ഫോസ്ഫേറ്റും അതുപോലെ സ്റ്റെറാമീലും മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടികൾക്ക് കൊടുക്കാം. അതുവഴി ഉയർന്ന ഫോസ്ഫറസ് ലഭിക്കുന്നതോടെ വേരുകളുടെ വളർച്ച നന്നായിട്ട് വരികയും അതിൽ തന്നെ നമുക്ക് പുതിയ ബേസൽ ഷൂട്ട്സുകൾ വരാൻ തുടങ്ങുകയും ചെയ്യും. അതായത് കരുത്തുറ്റ നല്ല തണ്ടുകൾ നമുക്ക് വളരാൻ തുടങ്ങും. അതിൽ ധാരാളം കരുത്തുറ്റ മൊട്ടുകളും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള പൂക്കളും നമുക്കുണ്ടായി കിട്ടും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോക്ക് ഫോസ്ഫേറ്റ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. നമ്മൾ പുതിയ ബേസൽ ഷൂട്ട്സുകളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ചെടിയുടെ പച്ചപ്പ് കുറഞ്ഞ് വളർച്ച മുരടിച്ച് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നമുക്ക് സൂപ്പർ മീൽ കൊടുക്കാം. സൂപ്പർ മീലും റോക്ക് ഫോസ്ഫേറ്റ് കൂടെ കൊടുക്കുമ്പോൾ
ഹ്യൂമിക് ആസിഡും വേപ്പിൻ പിണ്ണാക്കും അടങ്ങിയതിനാൽ തന്നെ മണ്ണിലെ ജീവാംശം കൂട്ടി ഇലകൾക്ക് നല്ല പച്ചപ്പും കമ്പുകൾക്ക് നല്ല കരുത്തും നൽകാൻ ഈ ഒരു സൂപ്പർ മീലും റോക്ക് ഫോസ്ഫേറ്റും കൊടുക്കുന്നത് വഴി വളരെ നല്ലതാണ്. മഴക്കാലത്തിന് ശേഷം നമുക്ക് സൂപ്പർ മീലും അതുപോലെ സ്റ്റെറാമിലും തുല്യ അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പോഷകക്കുറവ് പരിഹരിക്കാനും അതുപോലെ വേരുകൾ ചീയുന്നത് തടയാനും അതിനൊക്കെ നമുക്ക് ഈ ഒരു വളങ്ങൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ വളം നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, നമ്മൾ ഏതൊരു ചെടിയിലും വളങ്ങൾ നൽകുന്ന സമയത്ത് മേൽമണ്ണ് ഇളക്കി കൊടുത്തിട്ടാണല്ലോ ചെടികളിൽ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റോസാ ചെടിയുടെ ചുവട്ടിൽ നിന്നൊരു 2-3 ഇഞ്ച് മാറിയിട്ട് നമ്മൾ മേൽമണ്ണൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. അതായത് വേരുകൾക്കൊന്നും ക്ഷതങ്ങൾ വരാത്ത രീതിയിൽ വേണം നമ്മൾ ഈ ഒരു മേൽമണ്ണ് ഇളക്കി കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ വളങ്ങൾ എടുക്കുന്ന ആ ഒരു അളവ് പിന്നെ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അത്തരത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. അതായത് പിന്നെ ഒരു 12-14 ഇഞ്ച് പോട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം സ്റ്റെറാമിലോ അല്ലെങ്കിൽ സൂപ്പർ മീലോ നമുക്ക് എടുക്കാം. അതിനൊപ്പം അതായത് നമ്മുടെ ഒരു കൈപ്പിടി മാത്രം മതി. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം റോക്ക് ഫോസ്ഫേറ്റ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ഇത് എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതായത് വളങ്ങൾ എപ്പോഴും അളവ് കൂടിപ്പോയാൽ നമ്മുടെ ചെടികൾക്ക് പല പ്രശ്നങ്ങളും വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ വളങ്ങൾ വിതറി കൊടുക്കുമ്പോൾ നേരിട്ട് വേരുകളിൽ ഒരിക്കലും തട്ടരുത്. നമ്മുടെ ചെടിയുടെ തണ്ടിൽ നിന്നും മാറിയിട്ട് നമ്മൾ പിന്നെ മണ്ണൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം വളങ്ങൾ വിതറി കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതെയായിട്ട് നമ്മൾ കുറച്ചുകൂടെ മണ്ണൊന്ന് തട്ടിക്കൊടുത്ത് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. ഈ നനച്ച് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന വളങ്ങളുണ്ടല്ലോ, ആ ഒരു വളം വേഗത്തിൽ മണ്ണിൽ ലയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതലായിട്ട് നനച്ച് കൊടുക്കണ്ട, നമ്മൾ ആവശ്യത്തിന് മാത്രം ഒന്ന് നനച്ച് കൊടുക്കുക. പിന്നെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ റോസാ ചെടികൾക്ക് പൂക്കൾ ഉണ്ടാവാൻ സ്റ്റെറാമീലും അതുപോലെ തന്നെ ചെടിയുടെ നല്ല വളർച്ചയ്ക്ക് രോഗപ്രതിരോധത്തിനും നമ്മൾ സൂപ്പർ മീലും നമുക്ക് മാറി മാറി കൊടുക്കാം. അതായത് ഒരു മാസത്തിൽ ഒരിക്കൽ മാത്രം നമ്മൾ ഈ ഒരു വളങ്ങൾ ചേർത്ത് കൊടുക്കുക. ഒരു മാസം സൂപ്പർ മീലും റോക്ക് ഫോസ്ഫേറ്റും കൊടുക്കുകയാണെങ്കിൽ തൊട്ടടുത്ത മാസം നമുക്ക് സ്റ്റെറാമീലും റോക്ക് ഫോസ്ഫേറ്റും കൂട്ടിക്കലർത്തിയിട്ട് ചെടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ പലർക്കും റോസ് ഒരുപാട് ഇഷ്ടമാണ്, റോസാപ്പൂക്കൾ ഇഷ്ടമാണ്. റോസ് വളർത്തി പരാജയപ്പെട്ടവരാണ് പലരും അല്ലേ. പിന്നെ എല്ലാവർക്കും റോസ് വളർത്താൻ ഇഷ്ടമാണ്. പക്ഷേ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് എന്നതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും എപ്പോഴും സംശയങ്ങളാണ്. അപ്പോൾ അത്തരക്കാർക്ക് ഞാൻ പറയട്ടെ, തുടക്കക്കാരാണെങ്കിൽ അവർ ആദ്യം എന്താ ചെയ്യേണ്ടത്? അവർ ആദ്യം നമ്മുടെ നാടൻ റോസുകൾ വളർത്തി അതിൽ പല പരീക്ഷണങ്ങളും നടത്തുക. അതായത് നമ്മൾ പുതിയ വളങ്ങൾ നൽകുക. പിന്നെ എന്തൊക്കെ ഫെർട്ടിലൈസർ, നമ്മൾ നാടൻ റോസിന് കൂടുതലും അങ്ങനെ അസുഖങ്ങളൊന്നും വരാറില്ല എങ്കിൽ കൂടി ചില കീടബാധകളും അതുപോലെ തന്നെ പുഴുക്കളുടെ ശല്യമൊക്കെ കാണാറുണ്ട്. അതിനൊക്കെ എന്തൊക്കെ മരുന്നുകൾ തളിച്ചു കൊടുക്കുക എന്നതൊക്കെ നമ്മൾ നാടൻ റോസുകളിൽ പരീക്ഷിച്ചതിന് ശേഷം നമ്മൾ നാടൻ റോസുകൾക്ക് ഇതെല്ലാം കൊടുത്ത് നമ്മൾ പഠിക്കുക. ഈ റോസിനെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ റോസിനെ വളർത്തേണ്ടത്, അതിന് എന്തൊക്കെ വളങ്ങൾ ചെയ്താലാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാവുക, പൂക്കൾക്ക് വലിപ്പം കിട്ടാൻ എന്തൊക്കെ വളങ്ങൾ കൊടുക്കണം എന്നതൊക്കെ നമ്മൾ ഓരോ മാസവും കൃത്യമായിട്ട് തന്നെ നമ്മൾ ഈ വളങ്ങളൊക്കെ മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ നാടൻ റോസുകളിൽ ഓരോ പരീക്ഷണങ്ങൾ നടത്തി നമ്മൾ റോസിനെ എങ്ങനെ വളർത്തണം, അതിനെ എങ്ങനെ പരിചരിച്ചാലാണ് കൂടുതൽ പൂക്കൾ കിട്ടുക, അതിൻ്റെ രോഗങ്ങൾ തടയാൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നതൊക്കെ നമുക്ക് ഇത്തരം ഒരു കാര്യങ്ങളിലൂടെ നമുക്ക് പഠിക്കാനാവും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പുതിയ റോസുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങുക. അപ്പോഴാണ് അല്ലാതെ നമ്മൾ ആദ്യം തന്നെ ഒരുപാട് റോസുകൾ വാങ്ങിച്ച് വെച്ച് അതെല്ലാം തന്നെ പല അസുഖങ്ങളും വന്ന് കേടായിപ്പോയാൽ പിന്നെ നമുക്ക് ആ ഒരു റോസിനോടുള്ള ഇഷ്ടം തന്നെ അങ്ങ് പോയി കിട്ടും.
അപ്പോൾ എല്ലാവരും ഇത്തരത്തിൽ ഞാൻ പറയുന്ന പോലെ ഒരു നാടൻ റോസ് വാങ്ങിച്ചിട്ട് അതിൽ നമ്മൾ പുതിയ പുതിയ പരീക്ഷണങ്ങളും നമ്മൾ കൊടുക്കുന്ന വളങ്ങളുടെ റിസൾട്ട് എന്താണെന്നൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് ഞാനിപ്പോൾ, അതായത് ഞാനൊരു നാടൻ റോസിലിപ്പോൾ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നും ആ ഒരു റോസിന് വളങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ 15 ദിവസം കൂടുമ്പോഴാണല്ലോ ചെടികൾക്ക് വളങ്ങൾ നൽകാറുള്ളത്. പക്ഷേ ഞാൻ ഈ ഒരു റോസിന് ഇപ്പോൾ എന്നും വളങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വളങ്ങൾ എന്ന് വെച്ചാൽ കൂടുതലായിട്ട് നൽകുന്നില്ല, കുറഞ്ഞ അളവിൽ ഓരോ ദിവസവും വളങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും താങ്ക്